ഇന്നത്തെ പ്രൈം ടൈം ന്യൂസ് കേരളത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധ കുറ്റവാളി സൗമ്യ റേപ്പ് ആൻഡ് മർഡർ കേസിലെ മുഖ്യപ്രതി ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി ആൻഡ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇയാൾ എങ്ങനെ ജയിലിൽ ചാടി, അതിൽ ഏറ്റവും ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ലാപ്സസ് ആൻഡ് ഇയാൾക്ക് വേറെ ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, ജയിലിൽ ചാടിയിട്ട് എന്ത് ചെയ്യാനായിരുന്നു ഇയാളുടെ ഇൻറ്റൻഷൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം, അതിനെപ്പറ്റിയൊക്കെ എക്സ്പേർട്സ് സംസാരിക്കട്ടെ. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇയാൾ ജയിലിൽ ചാടി, അയാളെ പിടിച്ചു, അതുകൊണ്ട് ഓക്കെ. വാട്ട് ഇഫ് ഇയാളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല, ഇയാൾ എസ്കേപ്പ് ചെയ്ത് എങ്ങോട്ടോ പോയി ട്രേസബിൾ അല്ലാതെ പോയിരുന്നെങ്കിൽ, ആൻഡ് പോയിട്ട് ഇയാൾ വീണ്ടും ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിരുന്നെങ്കിലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. ഇയാളെ പോലെയുള്ള കുറ്റവാളികൾ അങ്ങനെ ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആൻഡ് കേരളത്തിലെ പെൺമക്കളുള്ള മിക്ക അമ്മമാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. കാരണം ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും സേഫ് അല്ല. എസ്പെഷ്യലി സൗമ്യയുടെ ഫാമിലി, ഈ കേസിൻ്റെ പല ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പലരും. സോ ഇയാളെ പോലെയുള്ളവരെയൊക്കെ നമ്മുടെ ടാക്സ് പൈസ കൊടുത്ത് ആണ് തീറ്റി പോറ്റുന്നത്. ആൻഡ് ഇയാളുടെ ലുക്ക് നോക്കിക്കേ, പല വർഷങ്ങളായിട്ട് 2011 തൊട്ട് ഇത്രയും വർഷമായിട്ട് ജയിലിൽ കിടന്ന് തിന്ന് കൊഴുത്ത് ഒരു ജോലി എടുത്ത് ജീവിക്കുന്നവരെക്കാട്ടിലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ആണ് ഇയാളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ പൈസ കൊണ്ട്, നികുതി പൈസ കൊണ്ടാണ് ഇങ്ങനത്തെ രാക്ഷസന്മാരെ നമ്മൾ തീറ്റി പോറ്റുന്നത്. ആൻഡ് ഇയാളെന്ന് പറഞ്ഞാൽ അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം ചെയ്ത ഒരാളാണ്. ഈ കേസ് നടന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷേർലി വാസു പറയുന്ന, ഇയാൾ ഒരു കൈയെ ഇയാൾക്കുള്ള ഒരു കൈയുടെ 5 വിരലുടെ പാട് സൗമ്യയുടെ കോളർ ബോണിൽ അമർന്നിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് സൗമ്യനെ അവരൊരു ഹീറോ എന്ന് തന്നെയാണ് ആ ഡോക്ടർ വിശേഷിപ്പിക്കുന്നത്. കാരണം സൗമ്യനെ കൊണ്ട് പറ്റുന്ന അത്രയും ഇത് വെച്ചിട്ട് അവർ ഇയാളെ എതിർത്തിട്ടുണ്ട്. ആൻഡ് ഒരു വശത്ത് നമ്മുടെ പൈസ കൊണ്ട് തിന്നു കൊടുത്ത് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ഗോവിന്ദച്ചാമി, മറുവശത്ത് 2011 തൊട്ട് കണ്ണീര് വറ്റാത്ത ഒരമ്മ, സൗമ്യയുടെ അമ്മ. ഇപ്പോഴും ആ അമ്മ ജീവിച്ചിരിക്കുമ്പോഴും കാണുന്നത് ഇവനൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നതാണ്. ഈ റേപ്പ് കേസസിൽ അത് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ ഒന്നും തീറ്റിപ്പോറ്റാതെ, അല്ലെങ്കിൽ ഇരകളുടെ മനുഷ്യാവകാശ റൈറ്റ്സിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരാണ് വേട്ടക്കാരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്നത്. അതിനെതിരെ ആയതുകൊണ്ടാണ് തൂക്കുകയറൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ കേസുകളിൽ ഇങ്ങനത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കൊടുക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനത്തെ കേസുകളിലൊക്കെ മാക്സിമം പണിഷ്മെന്റ് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ഒരു കേസായിരുന്നു നിർഭയ കേസ്. ആ നിർഭയ കേസിലെ പ്രതികളായിട്ടുള്ള എല്ലാവർക്കും വധശിക്ഷ തന്നെ കിട്ടി. അതിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു, ആൻഡ് ഒരാൾ മൈനർ ആയതിൻ്റെ പേരിൽ മാത്രം, കേസ് നടക്കുന്ന സമയത്ത് മൈനർ ആയതിൻ്റെ പേരിൽ മാത്രം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അയാളെ പറ്റി അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റായിട്ട് അയാൾ സൗത്ത് ഇന്ത്യയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആലോചിച്ച് നോക്കി, ഇവനെ പോലെയുള്ള അത്രയും നീചമായിട്ടുള്ള ക്രൈം ചെയ്ത് ആ സമയത്ത് ഏറ്റവും അധികം ആ കുട്ടിയെ ദ്രോഹിച്ചത് ഈ മൈനർ ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മൈനർ ആണ്, കേസ് നടക്കുമ്പോൾ മൈനർ ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മിനിമം പണിഷ്മെന്റ് ആയിട്ടുള്ള 3 വർഷം മാത്രമേ ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളൂ. ആൻഡ് ഇയാൾ സൗത്തിൽ എവിടെയോ ഇപ്പോൾ ഉണ്ട്. മേ ബി ചിലപ്പോൾ കേരളത്തിലുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ലല്ലോ. ഇവനെ പോലെയുള്ളവർ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ പേടി തോന്നും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ. ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ വേണ്ടയോ?